നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പി കാണാം. 1/2 kg ചെമ്മീൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്താണ്. ചെറുത് കാണുന്നുണ്ടെങ്കിൽ മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായിലോട്ട് ആവശ്യം പോലെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തെടുക്കാം. എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി സെയിം ഓയിലേക്ക് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചായിട്ട് പ്രോൺസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്തിട്ടൊന്ന് എടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളതും പിന്നെ ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസില്ലേ അതിൽ നിന്നൊരു 3 ടീസ്പൂണും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് പൊടിച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ആ ഒരു കടായിലോട്ട് തന്നെ ആവശ്യം പോലെ എണ്ണ കൂടുതലാണെങ്കിൽ കുറച്ച് മാറ്റാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം പെരുംജീരകവും പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചതും ഒരു 8-10 കാന്താരി മുളക് കൂടെ ഞാൻ ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എണ്ണ കുറച്ചും കൂടെ ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പ്രോൺസ് ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് മൊരിഞ്ഞ് വരണം. അതിനുശേഷം മാത്രം ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ തന്നെ കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രോൺസും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചും കൂടെ ചേർത്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നല്ലോണം തിളപ്പിച്ച 1 കപ്പ് വെള്ളമാണ് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് 1/2 തൊട്ട് 1 കപ്പ് വരെ ആകാം വിനാഗിരി എല്ലാം കൂടെ മിക്സ് ചെയ്ത് തണുത്ത് വന്നതിന് ശേഷം ഗ്ലാസ് ജാറിൽ മാറ്റി സൂക്ഷിക്കാം.